സെപ്റ്റംബർ 19 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അക്കൂസിയൂസ്, വിശുദ്ധ അബ്ബോ, വിശുദ്ധ ആർണൂൾഫ്, വിശുദ്ധ ദെസിദേരിയൂസ്, വിശുദ്ധ ജാനുവാരിയൂസ്. വിശുദ്ധ ജാനുവാരിയൂസ് 305 കാലഘട്ടത്തിലാണ് രക്തസാക്ഷിയായ വിശുദ്ധ ജാനുവാരിയൂസ് ജീവിച്ചിരുന്നത്. വിശുദ്ധ ജാനുവാരിയൂസ് ചെറുപ്രായത്തിൽ തന്നെ പ്രതിഭാധനനായ ഒരു ആത്മീയ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇറ്റലിയിലെ നേപ്പിൾസിലാണ് ജനിച്ചത്. 15-ാം വയസ്സിൽ ഇടവക വികാരിയായി നിയമിക്കപ്പെടുകയും 20-ാം വയസ്സിൽ നേപ്പിൾസിലെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ ആദ്യകാല സഭയിലെ ഒരു പുറജാതീയ പ്രദേശത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി തൻ്റെ സമയം മുഴുവൻ മാറ്റിവെക്കുവാൻ തയ്യാറാവുകയും അതിൻ്റെ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ മതപീഡനം കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് ബെനവെന്തോയിലെ മെത്രാനായിരുന്നു വിശുദ്ധ ജാനുവാരിയൂസ്. മിസേനോയിലെ ഡീക്കൻ സോസിയൂസ്, പുസ്സുവോയിലെ ഡീക്കൻ പ്രൊക്കൂളൂസ് തുടങ്ങിയ ഏതാനും ഡീക്കന്മാരെയും യൂട്ടിച്യൂസ്, അക്യൂട്യൂസ് തുടങ്ങിയ അന്മായരെയും അറസ്റ്റ് ചെയ്ത് വധിക്കാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ ബിഷപ്പ് ജാനുവാരിയൂസ് അവരെ ആശ്വസിപ്പിക്കുവാൻ ചെന്നു. തുടർന്ന് അദ്ദേഹം ഡീക്കൻ്റെയും ലെറ്ററിൻ്റെയും ഒപ്പം ജയിലിലായി. അങ്ങനെ അനവധി തവണ ജയിൽവാസങ്ങൾ അദ്ദേഹം അനുഭവിച്ചു. അവരുടെ ചോദ്യം ചെയ്യലിൽ ഓരോ ക്രിസ്ത്യാനിയും തൻ്റെ വിശ്വാസം ധൈര്യത്തോടെ ഏറ്റുപറഞ്ഞു. റോമൻ ദേവന്മാർക്ക് ബലിയർപ്പിക്കാൻ വിസമ്മതിച്ചാൽ അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെങ്കിലും അവർ വിസമ്മതിച്ചു. തൽഫലമായി അവരെ കത്തിക്കാൻ ഉത്തരവിട്ടു. എന്നിരുന്നാലും ബിഷപ്പ് ജാനുവാരിയൂസ് തീജ്വാലയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അദ്ദേഹം പരിക്കേൽക്കാതെ തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഡയോക്ലേഷ്യൻ പീഡനകാലത്ത് വിശുദ്ധ ജാനുവാരിയൂസ് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം നിലനിർത്തി. സഹക്രിസ്ത്യാനികൾ പിടിക്കപ്പെട്ടാൽ അവരെ കാത്തിരിക്കുന്ന ഭയാനകമായ മരണത്തിൽ നിന്ന് അവരെ മറയ്ക്കാൻ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു. കാരാഗൃഹത്തിൽ അടച്ചിരിക്കുന്നവരെ ഒരു വലിയ ക്രിസ്ത്യാനി സന്ദർശിച്ചുവെന്ന് കാവൽക്കാർ പറഞ്ഞു. ആ വിവരം കണക്കിലെടുത്ത് ജാനുവാരിയൂസ് മെത്രാനെ അറസ്റ്റ് ചെയ്തു. കൂടെ അദ്ദേഹത്തെ സന്ദർശിച്ച ഡീക്കൻ ഫെസ്റ്റുസിനെയും ദെസിദെരാത്തുസ് എന്ന ഷമ്മാശനെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 3 പേരെയും മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. വന്യമൃഗങ്ങൾ അവരെ തൊട്ടില്ല. ഉടനെ ശിരസ് ഛേദിച്ചു കളയുവാൻ കൽപ്പനയുണ്ടായി. അങ്ങനെ 3 പേരും രക്തസാക്ഷികളായി മാറി. തുടക്കത്തിൽ ഒരു വയലിൽ അടക്കം ചെയ്തെങ്കിലും പിന്നീട് ജാനുവാരിയൂസിൻ്റെ ശരീരം പലതവണ മാറ്റി 1480 മുതൽ നേപ്പിൾസിൽ അടക്കം ചെയ്തു. ജാനുവാരിയൂസിൻ്റെ രക്തമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ചുവന്ന കട്ട പിടിച്ച പദാർത്ഥത്തിൻ്റെ 2 കുപ്പികൾ ഉണ്ട്. ഈ രക്തത്തിൻ്റെ ആദ്യ പരാമർശം 1389 മുതലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഉടൻ തന്നെ യൂസബെ എന്നൊരു വിശുദ്ധ സ്ത്രീ രക്തം ശേഖരിച്ചുവെന്ന് ജനപ്രിയ ഐതിഹ്യം പറയുന്നു. വർഷം മുഴുവനും പല ദിവസങ്ങളിലും സെപ്റ്റംബർ 19 വിശുദ്ധ ജാനുവാരിയൂസിൻ്റെ തിരുനാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ രക്തം ദ്രവീകരിക്കപ്പെടുന്നു. ഈ ഇടവകയിലുണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീ, സിസ്റ്റർ മേരി ഫ്രെഡറിക്, കോൺസ്നേപ്പിൾസിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയും ഈ ദ്രവീകരണത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. 2 ഗ്ലാസ് ആംഫ്യൂളുകളിൽ ആണ് രക്തം സൂക്ഷിച്ചിരിക്കുന്നത്. വിശ്വാസികളുടെ സമർപ്പണത്തിനും പ്രാർത്ഥനയ്ക്കും മറുപടിയായിട്ടാണ് ഈ അത്ഭുതം സംഭവിക്കുന്നതെന്ന് സഭ വിശ്വസിക്കുന്നു. അത്ഭുതം സംഭവിക്കുമ്പോൾ ആംഫ്യൂളിൻ്റെ ഒരു വശത്ത് പറ്റി നിൽക്കുന്ന ചുവന്ന ഉണങ്ങിയ രക്തത്തിൻ്റെ പിണ്ഡം പൂർണ്ണമായും ദ്രവരൂപത്തിലുള്ള രക്തമായി മാറുന്നു. അത് ഗ്ലാസിൻ്റെ വശങ്ങളിൽ നിന്ന് മറയ്ക്കുകയും ചെയ്യുന്നു. രക്തം ദ്രവീകരിക്കുന്നതിന് ഇതുവരെ ശാസ്ത്രീയമായ വിശദീകരണം നൽകാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ചില മാർപ്പാപ്പന്മാരുടെ സാന്നിധ്യത്തിൽ രക്തം ദ്രവീകരിക്കുന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. ദ്രവീകരണ പ്രക്രിയയ്ക്ക് 2 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവെടുക്കുന്നു. ഖരപിണ്ഡം ചുവപ്പായി മാറുകയും കുമിളയാകാൻ തുടങ്ങുകയും ചെയ്യുന്നു. വർഷത്തിൽ 3 തവണയെങ്കിലും ജാനുവാരിയൂസിൻ്റെ തിരുനാൾ ദിനത്തിലും മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയും കട്ടപിടിച്ച രക്തം ദ്രവീകരിക്കുകയും നുരയും കുമിളകളും ഉയരുകയും ചെയ്യുന്നു. വെസൂവിയസ് എന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്ന് വിശുദ്ധ ജാനുവാരിയൂസ് നേപ്പിൾസിനെ സംരക്ഷിക്കുന്നുവെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. യുദ്ധം, ക്ഷാമം, പ്ലേഗ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയവയുടെ രക്ഷാധികാരിയായിട്ടാണ് വിശുദ്ധ ജാനുവാരിയൂസിനെ തിരുസഭ അംഗീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ ജാനുവാരിയൂസെ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവായ ദൈവത്തോട് അപേക്ഷിക്കണമേ.